ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായ രുചിയിൽ നല്ല രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ, വാ. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുക്കുക, അതിലേക്കൊരു 3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു 4 പേർക്ക് ആയിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആളെണ്ണത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി അതിലേക്ക് 1 കപ്പ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കുക, ഒരു 3 പച്ചമുളക് അരിഞ്ഞത്. അപ്പോൾ ഈ റെസിപ്പിക്ക് കറിയൊന്നും വേണ്ട കേട്ടോ, പക്ഷേ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത്തിരി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയെന്നുള്ളതേ ഉള്ളൂ. ഇനി അതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞത്, ഒരു സവാള പൊടിയായിട്ട് എല്ലാം അരിയുന്നതെല്ലാം നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ആ ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പില, 2 തണ്ടോ 3 തണ്ടോ കറിവേപ്പില ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി ഇച്ചിരി ഏറെ മല്ലിയില, അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മൈദാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് കൊണ്ട് ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് കലക്കി മിക്സാക്കി എടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 4-5 വെളുത്തുള്ളി അല്ലിയെടുത്ത് ചെറുതായിട്ട്, തീരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക, കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3/4 ടീസ്പൂണ് ചതച്ച മുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കട്ടകളില്ലാതെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, വളരെ ഈസിയാണ്. ഇപ്പോൾ ഒരു ദിവസം അരി വെള്ളത്തിയിടാൻ മറന്നു പോയെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഹെൽത്തിയാണ്. മുട്ട, പാലെല്ലാം നമ്മളിതിൽ ചേർക്കുന്നുണ്ട്, വെജിറ്റബിൾസ് ഒരുപാട് ചേർക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ ഡിന്നറിനായിട്ട് ആയാലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് തൂത്ത് കൊടുക്കുക. നെയ്യോ ഓയിലോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം. ഞാനിപ്പോൾ ഓയിൽ എടുത്തേക്കണം. നെയ്യിലാണെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതല്ലേ. അതിനുശേഷം നമുക്ക് മാവ് ഇതുപോലെ ഒഴിച്ച് തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. 2 വശവും നല്ലപോലെ ഇതുപോലെ ചുമന്ന് മൂത്ത് വരണം. അപ്പോൾ എളുപ്പമല്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നെയ്യ് വേണ്ടാത്തവർ ഓയിലിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഓയിൽ തൂത്ത് കൊടുത്താൽ മതിയാവും. നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഒരു കറിയും വേണ്ട നമുക്ക് ഇത് കഴിക്കാൻ. ഞാൻ പിന്നെ വീഡിയോയുടെ കൂടെ ആയതുകൊണ്ട് ഇച്ചിരി ചമ്മന്തിയും കൂടെ എടുത്ത് വെച്ചിട്ടുള്ളതേ ഉള്ളൂ. ചമ്മന്തി കൂട്ടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ വെറുതെ കഴിക്കുന്നത്. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എന്നാൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകാതിരിക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല കിടിലനായിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലുള്ള ഈസി റെസിപ്പിക്കായി ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.